ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വീനക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിൽ ഈ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് XXL സൈസിൽ വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഈ ഒരു വീനക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ലൈനിങ് എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ലൈനിങ് പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അങ്ങനെ നമ്മുടെ കട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ളൊരു ക്യാൻവാസാണ്. ഇത് ഷർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ക്യാൻവാസാണ്. ഇവിടെ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന നെക്ക് പാറ്റേണിനെല്ലാം ഉപയോഗിക്കുന്നത് ഇതുപോലെ കട്ടി വരുന്ന ക്യാൻവാസാണ്. മറ്റേ പേപ്പർ സ്റ്റിപ്പുകളൊക്കെ വരുന്നത് നമ്മൾ ഒരു തവണയൊന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് പമ്മി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കട്ടിയുള്ള ടൈപ്പിലത്തെ ക്യാൻവാസാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ നീളത്തിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ അളവ് നോക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ നെക്കിൻ്റെ എത്ര അളവാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ നമ്മളൊന്ന് 2 ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പാൻറ്റിൻ്റെ ഈ ഒരു പീസിനകത്തേക്ക് നമ്മൾ ഈ ഒരു ക്യാൻവാസ്, ഈ വെട്ടിയെടുത്ത ക്യാൻവാസ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തേക്കാൻ എനിക്ക് പൊതുവെ മടിയാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ വെച്ചങ്ങ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ടിരുന്നോളുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് ഒരു സ്റ്റിച്ചിട്ടെടുക്കുന്നത്. അതുപോലെ 2 ക്യാൻവാസും ഞാൻ ഇതുപോലെ തന്നെ ഓരോ പീസിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നുണ്ട്. തയ്ച്ചെടുത്ത 2 ക്യാൻവാസും ഇതുപോലെ നമ്മൾ ആ സ്റ്റിച്ചുകളൊക്കെ അകത്തേക്ക് പോകത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് പുറത്ത് വെച്ച് നമ്മുടെ നെക്കിൻ്റെ ഡിസൈനിലേക്ക് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലൊന്ന് നിർത്തി തയ്ച്ചെടുക്കണേ. അവിടെ വരെ നമ്മൾ തയ്ക്കാവുള്ളൂ. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ പീസ് നമ്മൾ ആ ഒരു തയ്യലൊക്കെ അകത്ത് പോകത്തക്ക രീതിയിൽ ഇതുപോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ തയ്ച്ചിട്ട് ഇതുപോലെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗത്താവുമ്പോഴത്തേക്ക് നമ്മളവിടെ ആ തയ്യൽ സ്റ്റോപ്പ് ആക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ആ എഡ്ജ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലൊരു കട്ട് ചെയ്ത് കൊടുക്കണേ. ക്രോസിലൊരു കട്ടിട്ട് കൊടുക്കണം. ഭാഗത്തേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 പീസ് നമുക്ക് അകത്തേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നടുവശം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ. അവിടെ അതൊന്ന് പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആ ക്ലോത്ത് മുകളിലേക്ക് വരാതിരിക്കാൻ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട്, ഞാനിവിടെ ഒരു കത്രിക വെച്ചിട്ടാണ് അതിൻ്റെ തുമ്പ് കൊണ്ടിട്ടാണ് ഒന്ന് അകത്തേക്കാക്കി കൊടുക്കുന്നത്. ഇത് അകത്തേക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ പതിച്ചടിച്ച് എടുക്കണേ. അപ്പോൾ അത് അവിടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൽ നമ്മളൊരു ലേസിൻ്റെ അറ്റാച്ച്മെൻ്റ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ലേസെല്ലാം കൂടി ഞാൻ ഇതുപോലൊരു കവറിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചേരുന്ന തരത്തിലുള്ള ഒരു ലേസ് ഞാനിതിൽ നോക്കി എടുക്കുവാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു മെറൂൺ കളറിലെ ഒരു ലേസാണ്. അപ്പം ഈ ഒരു ടോപ്പിനകത്ത് ആ ഒരു മെറൂൺ കളർ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇതുമായിട്ടൊരു മാച്ചായി പോവും. പിന്നെ വേറെ ഇതുപോലൊരു ലേസ് കൂടി കിട്ടിയപ്പോൾ അതും കൂടി ഞാനൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അത് പക്ഷേ ഇച്ചിരി കൂടി ഒരു റെഡിഷ് കളറായതുകൊണ്ട് ഞാനിതിനെടുത്തില്ല. ആ ഒരു മെറൂൺ കളറാണ് കൂടുതൽ ഇതിനുമായിട്ട് മാച്ചായി പോകുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാനിതിന് ഫിറ്റ് ചെയ്തത് ആ ഒരു മെറൂൺ കളറിലെ ലേസാണ്.
ഇനി ഇതിൻ്റെ നേരായ വശം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. മുകളിൽ വെച്ചല്ല, അടിഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചാക്കി എടുക്കേണ്ടത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കഴുത്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാണാൻ നല്ല ഭംഗിയായിരുന്നു ചെയ്തു വന്നപ്പം. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ആക്കി കൊടുക്കണേ. ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അടുത്ത സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പം കറക്റ്റ് മാച്ചായി പോകുന്നുണ്ടായിരുന്നു അതുമായിട്ട്. ഇത് ഒരു രാത്രി സമയത്ത് തയ്ച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരുട്ട് ഇതിലിരിക്കുന്നത്. ഡയറക്റ്റ് നേരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ കസ്റ്റമർ വന്നിത് വാങ്ങിക്കൊണ്ട് പോയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കറക്റ്റ് ആ ഒരു പകൽ വെളിച്ചത്തിലുള്ള ആ ഒരു പിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല രീതിയിൽ ഒരു പിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വി നെക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.